വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ഏറ്റുപിടിക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ ഒരു കൊട്ടുകൂടിയാണ് അതിനകത്തുള്ളത്. അതായത് ഈ നമ്മുടെ നാട്ടിലിപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ എന്തെടുത്താലും ഈ ദളിതരെ കുറിച്ചുള്ള ആശങ്കയാണ് രാഹുൽ ഗാന്ധി അതിഭീകരമായിട്ടുള്ളത്. എല്ലാം വാക്കുകളിലേ ഉള്ളൂ. ഇപ്പൊ ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ മോദി സർക്കാരാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് ഈ കോൺഗ്രസ് കാലത്ത് അടിച്ചോടിക്കപ്പെട്ട പല ഗോത്ര വിഭാഗങ്ങളെ പോലും, ഈ ബ്രൂറിയാൻ ഗോത്രങ്ങളെ പോലുള്ള ഗോത്ര വിഭാഗങ്ങളെ പോലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്താണ് പുതിയ അവരെ പുനരുജ്ജീവിപ്പിച്ച് അവരവിടെ താമസിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആഭ്യന്തര മന്ത്രാലയം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ രാഹുൽ മങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിന്റെ സർസംഘ ചാലക്, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി, ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഈ രാജ്യത്ത് ദളിതർക്ക് പ്രവേശനമില്ലാത്തത്. ഈ രണ്ട് പോസ്റ്റുകളിലും ദളിതർ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പോളിറ്റ് ബ്യൂറോയിലായിരുന്നു നേരത്തെ ദളിതർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിതനുണ്ട്. അപ്പോ ഇപ്പോ രാഹുൽ മാങ്കൂട്ടം പറയുകയാണ്, സാർ ഈ രണ്ട് പോസ്റ്റിൽ മാത്രമാണ് SC ST വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ലാത്തത്. എന്തായാലും SC ST വിഭാഗത്തിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് RSSന്റെ സർസംഘ ചാലക്കാകാത്തത് എന്നുള്ളതിന്റെ മറുപടി നമ്മൾ അവസാനം പറയാം. കാരണം അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ആരോപണം പ്രഥമ ദൃഷ്ടിയാ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും, ഒരു സംഘപരിവാർ പ്രവർത്തകന് പോലും ഇതിൽ ചെറിയൊരു കഴമ്പില്ലേ എന്ന് തോന്നും, ഇല്ലേ? ആ ഒരു കഴമ്പില്ലേ എന്ന് തോന്നുന്ന ആ തോന്നലിന് എന്താ മറുപടി? നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ടുകാര് അവരെ നിരോധിക്കുന്നതിന് മുമ്പ് അതിനുശേഷം SDPക്കാരും ഒക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. RSSകാരാ നിന്നെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്, നിന്നെക്കുറിച്ച് സർവ്വതും പഠിച്ചു, അതുകൊണ്ട് നിന്നെ തകർക്കാനുള്ളത് എല്ലാം കയ്യിലുണ്ട് എന്നുള്ളതാണ്. ശരിക്കും RSSന്റെ ഒരു സ്വയം സേവന പോലും RSS എന്ന് പറയുന്ന സംഘടനയെ പൂർണ്ണമായി പഠിച്ചെടുക്കാൻ ഒരുപാട് കാലങ്ങളെടുക്കും. അതാണ് ആ സംഘടനയുടെ ഒരു പ്രത്യേകത. ഞാൻ ഒരു പ്രാവശ്യം ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ അവിടെ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നു. അതായത് അവിടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ മണ്ണിടിച്ചില് ഒക്കെ ഉണ്ടാകാറുണ്ട്, മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേന് ഈ മണ്ണിടിച്ചില് ടയർ പ്രോബ്ലംസ് ഉണ്ടാകും, വണ്ടികൾക്ക് കൂടുതൽ സംഭവിക്കുന്ന. അപ്പൊ നമ്മളവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കും. കാരണം ഇതിന്റെ റിപ്പയറിങ്ങിന് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല, വർക്ക്ഷോപ്പിൽ നാളെ വരും. അപ്പൊ അവിടത്തേക്ക് ഒരു വണ്ടി എത്തുന്നു. ആ വണ്ടി എത്തിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയിടുന്നു. മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇച്ചിരി ടൈം എടുക്കും ഇവർ വന്നിട്ട് ഇത് മാറ്റി ഇടാനായിട്ടൊക്കെ. അത് നന്നാക്കാൻ എടുക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്, ഈ മണ്ണ് മാറ്റിയിട്ട് ഇതിന്റെ പൂന്നുപോയ ടയറൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പൊ ഈ സംഘടനയെ കുറിച്ച് തിരക്കിയപ്പോ അവരുടെ ആ ഒരു പ്രവർത്തനം കണ്ടപ്പോ ഒരു അട്രാക്ഷൻ തോന്നി. കാരണം ഒരു ചിട്ടയോട് കൂടിയിട്ടാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. കാരണം ഒരു കമ്പനിയുടെ ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അവരോട് പരിചയപ്പെട്ട് സംസാരിച്ചപ്പോഴത്തേനും അവരൊരു സംഘടനയുടെ പേര് പറഞ്ഞു. അതായത് ആ ഭാഗത്ത് ഈ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ വരുമ്പോൾ ഇത് കണക്ക് വാഹനങ്ങൾക്ക് എപ്പോഴും പ്രശ്നമാണ്. അതുവഴി പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില മരം വീഴ്ച അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ സർക്കാർ സംവിധാനങ്ങളൊന്നും അത്ര ആക്റ്റീവ് അല്ല എന്ന് തന്നെയാണ് മനസ്സിലായത്. ഇങ്ങനെയുള്ള സംഘങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവരൊരു സംഘടനയുടെ പേര് പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതും ഒരു പരിവാർ സംഘടനയാണ് എന്നുള്ളത്. നമ്മുടെ അറിവിൽ നമുക്കൊരു 144 പരിവാർ സംഘടന നമുക്കറിയാം. നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത അനവധി പരിവാർ സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊരു ചെറിയ ഒരു ഇത് ചെയ്യുന്നു. അപ്പൊ അവരൊരു പരിവാർ സംഘടനയാണ്. അവര് മാത്രമല്ല, ഇതുപോലെയുള്ള അനവധി ഗ്രൂപ്പുകളുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ഗ്രൂപ്പുകൾ ആക്റ്റീവ്. കാരണം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറൽ കലാമിറ്റീസ് എപ്പോഴും വരുന്നതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനം, പ്രത്യേകിച്ച് മണിപ്പൂര്, ഈ ഷില്ലോങ്, അങ്ങനെയുള്ള മേഖലയിലൊക്കെ അവിടങ്ങളിലൊക്കെ ഈ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരെല്ലാം കൂടി ചേർന്നിട്ട് പരിവാർ. അപ്പൊ ഈ ഒരു സംഘം മാത്രമല്ല, വളരെ വിശാലമാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഈ മലം പ്രദേശങ്ങൾ അടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. നമുക്കൊരു വാഹനമുണ്ട്, ആ വാഹനത്തിൽ തന്നെ സജ്ജീകരണങ്ങളുണ്ട്. ഈ റോപ്പും ക്രെയിൻ അല്ല, ഈ റോപ്പ് ഇങ്ങനെ ചുറ്റി എടുക്കുന്ന ഒരു തരം സാധനമുണ്ട്, കൈകൊണ്ടാണ് അവർ ചെയ്യുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് പോകുന്നത്. വരുന്നു, പോകുന്നു, എല്ലാവരും പോകും. അപ്പൊ ഇതാണ് ആ സംഘടന. അപ്പോ നമ്മളിപ്പോ ഒരു പരിവാറിന്റെ ഒരു നേതാവിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പരിവാർ സംഘടന ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു എണ്ണം പറയാൻ കഴിയുമായിരിക്കില്ല. അതാണ് ആ സംഘടന. ആ സംഘടനയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്. എന്താണ് അതിന്റെ സർസംഘചാലകൻ, എന്താണ് അതിന്റെ പ്രചാരകൻ, ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേരുകൾ ഇതൊക്കെയാണ്, നമുക്കറിയാവുന്ന തസ്തികളും ഇതൊക്കെ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഇതെന്താണെന്നെങ്കിലും മനസ്സിലാക്കാതെ നമ്മളൊരു സംഘടനയെ വിമർശിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും ഇത്തരം ചർച്ചകൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും മതത്തെ വിമർശിക്കാറില്ല എന്ന്. കാരണം നമ്മൾ ആ മതത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. മതത്തെ കുറിച്ച് പഠിക്കാതെ മതത്തെ വിമർശിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ഒരു കൂട്ടരെ നമ്മൾ വിമർശിക്കണമെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കണം. ഇത് യാതൊന്നും പഠിക്കാതെയാണ് ഇവർ പറയുന്നത് RSSനെ കുറിച്ച് ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇനി നമ്മൾ അവരെ വിമർശിക്കുക. ഇപ്പൊ പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്കും ഹിന്ദുത്വത്തിനും ഹിന്ദു ദേവി ദേവന്മാർക്കും കുംഭമേളയ്ക്കുമെതിരെ ഒക്കെ പറയും.
അവസാനം അത് വിവാദമാകുന്നു കാണുമ്പോൾ പറയും നിങ്ങളെയല്ല പറഞ്ഞത്, അത് RSSകാരെയാണ് പറഞ്ഞത്. എന്താ ഈ RSSകാർ ഈ രാജ്യത്തുള്ളതല്ലേ, അവരിലും ഹിന്ദുക്കളില്ലേ? ഇത് അതായത് ആടിനെ പട്ടിയാക്കുക എന്നുള്ള രീതിയിൽ എല്ലാം ഹിന്ദുക്കളെ താറടിച്ച് കാണിക്കുക എന്ന് പറയുന്നത്. നിങ്ങളല്ല, ഹിന്ദുവും RSSും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പം അത് രണ്ടായിട്ട് കാണണ്ട. അവരും ഈ ഇന്ത്യക്കാർ. RSS മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി എന്താണ്? ഈ ഹിന്ദുസ്ഥാനിലുള്ള എല്ലാവരും ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അത് തന്നെ അങ്ങനെ ആകണം എന്നുള്ളതാണ് RSSന്റെ നിലപാട്. അപ്പൊ പിന്നെ RSSനും ഹിന്ദുവിനും വേർതിരിച്ച് കാണണ്ട. ഇതിപ്പോ പുതിയ ട്രെൻഡാണ്. പിന്നെ എന്തു പറഞ്ഞാലും അത് RSS, ഈ ആശാ വർക്കർമാരുടെ വിഷയം പറഞ്ഞാലും പറയും RSSന്റെ കുഴപ്പം കൊണ്ടാണ് അവർക്ക് പൈസ കിട്ടാത്തത്. എന്തിനാണ് ആ സംഘടന ഇത് വലിച്ചെടുക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നത്. എന്റെ അറിവിൽ RSS ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കുന്നത്, ഒരു വാർഡ് മെമ്പർ പോലും RSSന് ഇല്ല. അങ്ങനെയുള്ള ഒരു സംഘടന എന്തിനാണ് ഈ രാഷ്ട്രീയപരമായി വലിച്ചിഴക്കുന്നത് എന്നുള്ള കാര്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതൊരു സ്റ്റൈലാണ്. കാരണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടാനായിട്ട് RSSനെ വിമർശിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ കൈയടി ചില കോണുകളിൽ നിന്നും കിട്ടുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം RSS ഞങ്ങൾ എതിർക്കുന്നവരാണ് എന്ന് പറയുന്നത്. അതായത് ആ സംഘടനയെ എതിർക്കുവാനായിട്ട് ഇന്ന് ഈ രാജ്യത്ത് കേൾപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല, നേതാക്കളും ഇല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കുന്നതിന് മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റും. ശക്തയായ ഇന്ദിരാഗാന്ധിക്ക് നടന്നില്ല, നെഹ്റുവിന് നടന്നില്ല, പിന്നീട് വന്ന ഭരണാധികാരികൾക്ക് നടന്നില്ല. ഇപ്പൊ പൊതുവെ ദുർബലമായ ഒരു പ്രതിപക്ഷവും ഇല്ലെങ്കിൽ വിഘടനവാദികളും മതമൗലികവാദികളും മാത്രമുള്ള ഒരിടത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇരുന്ന് RSS ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ആ സംഘടന തുടങ്ങിയിട്ട് 100 വർഷമായിട്ട് ഒരു പിളർപ്പും ആ സംഘടനയിൽ ഉണ്ടായിട്ടില്ല, ഒരു വിഭാഗീയ സംഘടന ഉണ്ടായിട്ടില്ല. 100 വർഷമായിട്ട് സംഘടന തുടങ്ങിയതുപോലെ തന്നെ ഇപ്പോഴും പടർന്ന് പന്തലിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് കരുത്തുണ്ട്, അല്ലെ? കോൺഗ്രസ് ഈ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? അതിനും എത്രയോ ശേഷമാണ് RSSന്റെ കീഴിൽ അവരുടെ രാഷ്ട്രീയ മുഖമായ BJP 1980കളിൽ രൂപം കൊണ്ട BJP ഇന്ന് അവര് 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന നിലയിലേക്ക് അവർ കാര്യങ്ങൾ മാറി. അവരും അവരുടെ സഖ്യകക്ഷികളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു രീതി അറിയാതെ എന്തിനും ഏതിനും RSS എന്ന് പറയുന്നത് ഒരു തരം കയ്യടി കിട്ടുക എന്നുള്ളതിൽ കവിഞ്ഞൊന്നുമില്ല. പക്ഷെ ഇപ്പോഴാ കൈയുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ്. ഇപ്പൊ പലരും RSSനെ വിമർശിച്ച് പോസ്റ്റ് ആരും ഇടാറില്ല. അഥവാ ഇടുന്ന പോസ്റ്റുകൾക്കൊന്നും വലിയ കയ്യടിയും റെസ്പോൺസും കിട്ടാറില്ല. ഞാനതൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കിട്ടാറില്ല. അതിന്റെ ഒരു കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇവര് പറഞ്ഞ് RSSനെ കുറിച്ച് കൂടുതൽ പേര് മനസ്സിലാക്കി അവരെല്ലാം ഈ RSSകാരാകുന്നതുകൊണ്ടാണ് ഇവർക്ക് പിന്തുണ കുറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സംഘി എന്നെല്ലാരെയും വിളിച്ച് ഇപ്പൊ എല്ലാവരും സംഘികളാണ്. മുമ്പെന്ന് പറഞ്ഞ സംഗീത് കേൾക്കുമ്പോൾ ഈ RSSകാർക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, മാനസിക ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അവരവരുടെ ഒരു അലങ്കാരം പോലെയാണ്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ ആദ്യം പറയുന്നത് ഞാനൊരു സംഖ്യയാണ് ചേട്ടാ എന്ന് പറയും. വളരെ അഭിമാനത്തോടു കൂടി തന്നെ അവരിത് പറയാൻ പഠിച്ചു കഴിഞ്ഞു. കാരണം ഇതേ രീതിയിലേക്ക് ഇവരിത് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോ കേരള നിയമസഭയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. എന്തിനാ കേരള നിയമസഭയിൽ പറഞ്ഞെന്ന് ധനുഷിന് മനസ്സിലായോ? കേരള നിയമസഭാ വാർത്തകള് രാവിലെ മുതൽ എല്ലാ ചാനലുകളും ലൈവായി കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പുള്ളിക്കൊന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ എടുത്തു വെച്ചതാണ് RSS. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് ഒരു ബഹുമാനവും സ്നേഹമൊക്കെ കൂട്ടി. ചെറുപ്പക്കാരൻ, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ വിവരക്കേട് പലപ്പോഴും അലങ്കാരമായിട്ട് അദ്ദേഹം കൊണ്ടു നടക്കാറുണ്ട്. ആട്ടുംകാട്ടോ ഏതാന്ന് അറിയാൻ മേലാത്ത രീതിയിൽ പല പ്രസ്താവനകളും അദ്ദേഹം നടത്താറുണ്ട്. അത്തരത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് ഇതിനെ കാണാൻ കഴിയും. കാരണം RSS എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയും CPM-ഉം BJP-യും കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു സാംസ്കാരിക സംഘടനയും തമ്മിൽ തുലനം ചെയ്യുന്ന ഇങ്ങനെയുടെ തലയ്ക്ക് വല്ല ഓളമാണോ എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം RSS രൂപീകൃതമായിട്ട് 100 വർഷമാകുമ്പോൾ RSSന്റെ 6ാമത്തെ സർസംഘചാലകാണ് മോഹൻ ഭാഗവത്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 100 വർഷം നിലനിന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര പ്രസിഡന്റുമാര് വരും? അതിനൊരു കാലയളവുണ്ട് പ്രസിഡന്റിന്, അല്ലെ? ഓരോ കാലയളവ് കഴിയുമ്പോൾ BJP-യുടെ ആണെങ്കിൽ 3 വർഷമാണ് അവിടെ പ്രസിഡന്റിന്റെ കാലാവധി. ഒരു നാഷണൽ പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷം. പിന്നീട് ഒരു 3 വർഷം കൂടെ നീട്ടിക്കൊടുക്കും. സംസ്ഥാന പ്രസിഡന്റ് അതാണ് അവിടെ കാലാവധി. അത് കഴിയുമ്പോൾ മാറും. RSSന്റെ സിസ്റ്റമേ അങ്ങനെയല്ല. ഡോക്ടർ ഹെഡ്ഗേവാർ മുതൽ ഇപ്പോഴുള്ള മോഹൻ ഭാഗവത് വരെ 6ാമത്തെ സർസംഘചാലകളിലേക്ക് എത്തുമ്പോഴും ഇവർ കേവലം 6 ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രാഷ്ട്രീയ പാർട്ടികളും RSSുമായിട്ട് തുലനം ചെയ്യാനേ കഴിയില്ല. സാംസ്കാരിക സംഘടനയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അനവധി സാംസ്കാരിക സംഘടനയുണ്ട്. ആ സാംസ്കാരിക സംഘടനകളൊന്നും മുസ്ലിങ്ങൾക്ക് 5%, OBCക്ക് 8%, പിന്നെ മറ്റ് SC/ST വിഭാഗങ്ങൾക്ക് 10% ഒരു സംവരണമില്ല. പകരം രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് ആ സംവരണം വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അത് ആദ്യം നടപ്പാക്കി കാണിക്കുന്നു. പിന്നീട് അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ നടപ്പാക്കി കാണിക്കുന്നത്. ഇപ്പം BJP-യിൽ 33% സ്ത്രീകളാണ്,
എന്ന് കരുതിയിട്ട് നാട്ടിലുള്ള എല്ലാ സാംസ്കാരിക സംഘടനയും 33% സംവരണം കൊടുക്കും, ഇല്ലെങ്കിൽ ഇത്ര റിസർവേഷൻ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഇവര് നാളെ പറയുന്നത് എന്തായിരിക്കും എന്നറിയാം? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്ര ദളിതനുണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്ര മുസ്ലിം ഉണ്ടെന്ന് ചോദിക്കും. അതിന്റെ ഇടയ്ക്ക് വന്നിരുന്നു, ഇടയ്ക്ക് ഇന്ത്യൻ സൈന്യത്തിൽ എത്ര പേരുണ്ടെന്ന്. സൈന്യത്തിലും സംവരണം വേണമെന്ന് വാദിച്ചിരുന്നവരാണ് ഈ കൂട്ടര്. സൈന്യത്തിൽ സംവരണം വേണമെന്ന് വാദിക്കുന്നവരാണ് ഈ കൂട്ടര്. അതാ ഞാൻ പറഞ്ഞത്, വെറുതെ കൈയടി നേടുക, വെറുതെ കുറെ ലൈക്ക് വാരി കൂട്ടുക എന്നതിനൊക്കെ അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. പക്ഷെ ഇവരൊക്കെ ഈ RSSനെ വലിച്ചടയ്ക്കുന്നത് കൈയടി കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്താണ് RSS എന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് കുഴപ്പം. സിമ്പിളാണ് അതിന്റെ ഉത്തരം, ഒറ്റ ഉത്തരമേ ഉള്ളതിന്. മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും സാംസ്കാരിക സംഘടനയിൽ ആരെങ്ങനെ വേണമെന്ന് ആ സംഘടനയാണ് തീരുമാനിക്കുന്നത്. അല്ല സംവരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സാംസ്കാരിക സംഘടന തലപ്പത്തേക്ക് ആള് വരുന്നു. ആ സംഘടനയെ നയിക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്കാണ് വരുന്നത്. KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ചോദിച്ചാൽ നായര് വേണോ ഈഴവന് വേണോ എന്നുള്ളൊരു ചർച്ച അതിൽ വരും. കാരണം ആ പാർട്ടിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പിന്തുണ വേണം. അപ്പോൾ നായർ മുഖ്യമന്ത്രിയാണ്, ഈഴവനായിരിക്കണം പ്രസിഡന്റ്. ഈഴവ മുഖ്യമന്ത്രിയാണ്, നായർ വേണം പ്രസിഡന്റ്. പിന്നെ ഈ പട്ടിക വകുപ്പ് പട്ടികജാതിക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇത് പൊളിറ്റിക്സിലാണ്. ഒരു സംഘടന, സാംസ്കാരിക സംഘടനയെ പറഞ്ഞാൽ ആ സംഘടനയെ നയിക്കാൻ ആർക്കാണോ കപ്പാസിറ്റി അവരായിരിക്കും. ഇപ്പം പ്രചാരകന്മാർ, ഒരാൾ പ്രചാരകനായി കഴിഞ്ഞാൽ പ്രചാരകനിൽ നിന്ന് റിട്ടയർമെന്റ് ഇല്ല, അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം പ്രചാരകൻ ആണ്. അപ്പം ആ ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് കഴിവുള്ളവരാണ് ഉയർന്നു വരുന്നത്, അല്ലാതെ അവിടെ RSSന് വീതം വെക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നായരിരിക്കട്ടെ പ്രചാരകൻ, ഈഴവനിരിക്കട്ടെ സർസംഘചാലകൻ, ഇല്ലെങ്കിൽ മറ്റവര്, അങ്ങനെ അതിന്റെ ആവശ്യം ആ സംഘടനയ്ക്കില്ല. അതായത് ഞാൻ പറഞ്ഞത്, വെറുതെ കയ്യടി കെട്ടാൻ വേണ്ടി ചുമ്മാ അതൊരു ഗിമ്മിക്ക് ഇറക്കുകയാണ്. കാരണം അതിന് സംവരണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംവരണം കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല, അതൊരു മനോധർമ്മമാണ്. CPM അത് വലിയ വിവാദം ഉണ്ടായപ്പോഴാണ് അങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഞാനിപ്പോ ഇത് ജാതി പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയും. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഈ കോൺഗ്രസിന് ഉണ്ടായ ആദ്യത്തെ ദളിത് പ്രസിഡന്റാണ് മല്ലികാർജുന ഖാർഗെ. ആ ഖാർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ അവരുടെ ഒരു ദളിത് മുഖമല്ലേ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്നെ അങ്ങനെ കാണരുത്, നിങ്ങൾ എന്നെ അങ്ങനെ കരുതുന്നത് എനിക്ക് ഇഷ്ടമല്ല, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രസിഡന്റ് ആയെന്ന് പറയുന്നത് ഇഷ്ടമല്ല, എന്റെ കഴിവ് കൊണ്ടാണ് പ്രസിഡന്റ് ആയതെന്നാണ്. അതായത് അങ്ങനെയാണ് മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. ഈ BJP തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അവരുടെ ഒരു നാഷണൽ പ്രസിഡന്റ് ബംഗാരി ലക്ഷ്മണൻ പിന്നാക്ക വിഭാഗത്തിൽ നിന്നായിരുന്നു. അവർക്ക് ആദ്യമായിട്ട് ഉത്തർപ്രദേശ് അധികാരമേറ്റപ്പോൾ അവരവിടെ മുഖ്യമന്ത്രിയാക്കിയ കല്യാൺ സിംഗ് എന്ന് പറയുന്ന പിന്നെ OBC വിഭാഗത്തിൽപ്പെടുന്ന ആളെയാണ്. അവർക്ക് അധികാരം നല്ല രീതിയിൽ കിട്ടിയപ്പോൾ ആദ്യത്തെ തവണ രാഷ്ട്രപതിയാക്കിയത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും, രണ്ടാമത്തെ തവണ അവർ രാഷ്ട്രപതിയാക്കിയത് ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നായിരുന്നു. കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ട് എപ്പോഴെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഒരു ചോദ്യമാണോ, എപ്പോഴെങ്കിലും ആക്കിയിട്ടുണ്ടോ? രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ് പ്രസിഡന്റ് പദവി എന്ന് പറയുന്നത്. അതിന് താഴെ ഉള്ളൂ നരേന്ദ്രമോദി പോലും. ഈ രാജ്യത്തിന് ബാക്കിയുള്ളതെല്ലാം അതിന് താഴെയാണ്. അങ്ങനെ ഒരു പോസ്റ്റ് രണ്ടാമത്തെ വട്ടം അവർ പ്രസിഡന്റ്ഷിപ്പ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആദ്യത്തെ തവണ ഒരു SC/ST കാരന് കൊടുത്തെങ്കിൽ രണ്ടാമത്തെ തവണ ഒരു ട്രൈബ്സിനാണ് അവർ കൊടുത്തത്, അല്ലെ? അതും ഒരു വനിതയ്ക്കാണ് കൊടുത്തത്. എത്ര കോൺഗ്രസ് നാളിതുവരെ ഭരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്തതിലേക്ക് വരാം. കോൺഗ്രസിന് മുഖ്യമന്ത്രി, കോൺഗ്രസ് ഈ രാജ്യം മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നതല്ലേ? അവർക്ക് എത്ര പിന്നോക്കക്കാരായ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? എടുത്തു പറയത്തക്ക അവരുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ആന്ധ്രയിൽ നിന്നൊരാളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിട്ട്, പേര് ഞാൻ മറന്നുപോയി, ആന്ധ്രയിൽ നിന്നൊരു മുഖ്യമന്ത്രിയാണ്. ആ ഒരു വ്യക്തി അല്ല. പിന്നെ കർണാടകത്തിൽ വന്നിട്ടുണ്ട്, ബംഗാരപ്പ സർക്കാർ വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഈ ഉത്തർപ്രദേശ് മുഴുവൻ ഭരിച്ച ND തിവാരി എന്ന് പറയുന്ന ബ്രാഹ്മണനല്ലായിരുന്നു കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നത്? അവസാനം അയാൾക്ക് പ്രായാധിക്യം കൊണ്ട് നടക്കാൻ വയ്യാത്ത സാഹചര്യം വന്നപ്പോഴാണ് അയാൾ ഒഴിവായി പോയത്. കോൺഗ്രസ് ഭരിച്ചിരുന്നല്ലേ ഉത്തർപ്രദേശ്? അങ്ങനെ എല്ലായിടത്തും ഇവരെവിടെയാണ് ഈ ജാതി പറഞ്ഞിട്ട് ഇവര് എന്താക്കി? ഇനി കേരളത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയിട്ട് എത്രയോ വർഷങ്ങളായി. ഇവരൊരു ദളിതനെ ഇന്നുവരെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി ആക്കിയിട്ടുണ്ടോ? ദേവസ്വം മന്ത്രി ആക്കിയിട്ടുണ്ടോ? ദേവസ്വം മന്ത്രി ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടപ്പൻ എന്ന് പറയുന്ന മന്ത്രി ഇവർക്ക് ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നു. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മെയിൻ റവന്യൂ മന്ത്രി അങ്ങനെ ഏതെങ്കിലും മെയിൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ധനുഷ് വളരെ ചെറിയൊരു പോയിന്റ് ആണ്. പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു വകുപ്പാണത് ഈ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയും. അപ്പോ അതിലൊക്കെ കൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ ചുമ്മാതെ ഇപ്പോഴാണ് ഇവർക്ക് ദളിത് സ്നേഹം വന്നത്, പിന്നാക്ക സ്നേഹം വന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവർ സംവരണ സീറ്റിനേക്ക് അപ്പുറത്തേക്ക് ജനറൽ സീറ്റ് നിർത്തി എത്ര SC/ST മത്സരിപ്പിക്കാറുണ്ട് കോൺഗ്രസ്? എത്ര SC/ST സീറ്റ് നൽകാറുണ്ട്? എത്ര SC/ST ജയിപ്പിക്കാറുണ്ട്? ഇന്ന് ഇന്ത്യയിലെ MP-മാരുടെ കണക്കെടുത്തിൽ ഏറ്റവും കൂടുതൽ SC/ST MP-മാരുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ MLA-മാർ SC/ST ഉള്ള പാർട്ടി BJP ആണ്. എന്തേ ഇവർക്ക് ഇല്ലാതെ പോയത്? ഇവർ ആ സംവരണ സീറ്റിൽ മാത്രം ഒതുക്കി.
ഇപ്പൊ 10 സീറ്റിൽ 2 സീറ്റാണ് SC ST ഉള്ളത്. ആ 2 സീറ്റ് മാത്രം SC ST നിർത്തും, മൂന്നാമതൊരു സീറ്റ് കൂടെ നിർത്തില്ല. കേരളത്തിൽ പോലും BJP ആ SC ST വിഭാഗത്തിൽ നിന്ന് വരുന്നവരെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ജയിക്കോ ജയിക്കാതിരിക്കോ രണ്ടാമത്തെ കാര്യം, മത്സരിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവിടെ മത്സരിച്ച് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ MP മാര് ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് BJPക്ക് സെൻട്രലിൽ വരുന്നത്? അവർ ജനറൽ സീറ്റിൽ കൂടെ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടി. അപ്പം ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ ചെയ്യേണ്ടത് BJPയെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കൂടെ വേണം താരതമ്യം ചെയ്യാൻ. അവിടെ പോലും കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടെ പോലും ഈ ദളിതരെയും പിന്നോക്ക വിഭാഗക്കാരെയും SC ST ഒക്കെ ഒരുപടി മുകളിൽ കൊണ്ടുവച്ച് BJP ആണെന്ന് പറയുന്നുണ്ട്. BJP ആയിട്ടുള്ള ഒരു താരതമ്യം കഴിഞ്ഞിട്ട് പോരെ RSSനെ താരതമ്യം ചെയ്യുന്നത്? അതൊരു സാംസ്കാരിക സംഘടന. അതിൽ നമുക്ക് എന്താ അഭിപ്രായം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാനോ പറയാനോ കഴിയില്ല. അതവരുടെ കാരണം ഒരു സാംസ്കാരിക സംഘടനയിൽ അവർ നോക്കുന്ന കഴിവാണ്, അല്ലാതെ ജാതി മാത്രമല്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടിയിൽ ജാതി കൂടെ നോക്കിയിട്ടാണ് അവർ ബാലൻസ് ചെയ്യുന്നത് ഭരണത്തിൽ. അത് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല, കാരണം എല്ലാവരും തൃപ്തിപ്പെടുത്തണമല്ലോ. ഇനി ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി നോക്കൂ, അവിടുത്തെ ഏറ്റവും വലിയ സമുദായക്കാരനാണ് നരേന്ദ്രമോദി. ഗുജറാത്തില് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദിയുടെ ജാതി ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ജാതി. അവിടെ പട്ടേൽമാരല്ലായിരുന്നു ഏറ്റവും ശക്തമായ ജാതി, അവിടെ നിന്നാണ് ആയത്. അതുപോലെ തന്നെ പാട്ടീൽസ് അല്ലേ മഹാരാഷ്ട്രയിലെ ഒരു പ്രബലമായ സമുദായം, പക്ഷെ അവിടുത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പാട്ടീൽസ് വിഭാഗത്തിൽ വരുന്നതാണ്, അല്ലല്ലോ. അപ്പം ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയങ്ങൾ അനവധിയുണ്ട്. അപ്പം ആ വിഷയങ്ങളൊന്നും നമ്മൾ കാണാതെ ആണ് ഇതിനെ നമ്മൾ വിമർശിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പണ്ട് കാലം തൊട്ടേ BJPക്കെതിരെയും RSSനെതിരെയും ഒക്കെ, പ്രത്യേകിച്ച് BJPക്കെതിരെ പറയുന്ന ഒരു പ്രധാന ആരോപണം സവർണ പാർട്ടി എന്നാണ്. സത്യത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ സുരേന്ദ്രൻ ആണ് സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം ഒരു സവർണനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ കാസ്റ്റ് മുന്നോക്ക ജാതിയുമല്ല. മുരളീധരനാണ് അതിനു മുമ്പിരുന്ന അവരുടെ ഒരു പ്രസിഡന്റ്. അദ്ദേഹം അതായിരുന്നില്ല. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന BJPയുടെ നേതാക്കൾ ആരും തന്നെ സവർണന്മാർ വളരെ കുറച്ച് പേരെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രേ ഉള്ളൂ. കാരണം ശോഭാ സുരേന്ദ്രൻ, മുരളീധരൻ, സുരേന്ദ്രൻ തുടങ്ങി എല്ലാവരും എടുത്തു കഴിഞ്ഞാലൊന്നും അവർ സവർണരല്ല. ഇനി കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയാണ് സവർണർ? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സവർണനാണ്. ഏറ്റവും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ് അമിത്ഷാ. അദ്ദേഹം സവർണനാണ്. ഇനി ബാക്കിയുള്ളവരെ നോക്കിയാൽ നമുക്ക് രാജ്നാഥ് സിംഗിനെയും ഇല്ലെങ്കിൽ JP നദ്ദയെ പോലുള്ളവരെ നമുക്ക് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ അതിലും ബഹുഭൂരിപക്ഷം പേര് വരുന്നവര് പിന്നാക്ക വിഭാഗം എന്ന് മാത്രമല്ല പറയേണ്ടത്, വളരെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഇല്ലെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷമായ വിഭാഗം ജെയിൻ സമുദായത്തിൽ നിന്നാണ്, ജെയിൻ മതവിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാ എന്ന് പറയാം. ഇന്ത്യയിൽ അവർ കേവലം 3% ഉള്ളൂ. OBC നരേന്ദ്രമോദിയുടെ കാസ്റ്റ് അല്ല, ആ ഒരു സമുദായത്തിന്റെ ഒരു വലിപ്പം വലുതാണ് OBC എന്ന് പറയുന്നത് ഇന്ത്യയിൽ. പക്ഷെ ഇത് കേവലം 3 ഇതുള്ളതാണ്. മേനകാ ഗാന്ധിക്ക് കൊടുത്തില്ലേ? പാഴ്സി വിഭാഗത്തിൽ നിന്നല്ലേ വന്നു മേനകാ ഗാന്ധി. അവർക്ക് ഈ പ്രബലമായ വോട്ട് ബാങ്ക് ഉണ്ടോ ഇന്ത്യയിൽ? BJP അല്ലേ അവരെ മന്ത്രിയാക്കിയത്, BJP അല്ലേ അവരെ MP ആക്കിയത്, ഇല്ലേ? അങ്ങനെ എത്ര പേർക്ക് ചെയ്തു. സ്മൃതി ഇറാനി എന്താണ് അവരുടെ കാസ്റ്റ്? അവരും ഈ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മതവിഭാഗത്തിൽ നിന്ന് വരുന്നതല്ലേ. എത്രയോ പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കേണ്ടി വന്നത്? BJPയുടെ പിന്തുണയോട് കൂടിയാണ് ആയത്. കോൺഗ്രസ് ആക്കില്ലായിരുന്നു, അവർക്ക് അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹവുമില്ലായിരുന്നു. അപ്പൊ ഇതാണ് ഒരു കുടുംബാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. ഗാന്ധിയുടെ പേര് വാലിന്റെ അറ്റത്ത് ചേർത്തിട്ട് ഞങ്ങൾ ഗാന്ധിയാണെന്ന് പറയുന്ന ഒരു വ്യാജ കുടുംബം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പേര് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന്റെ പിൻതലമുറക്കാർ ഇതിന്റെ അപ്പുറം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, എന്തിനാണ് ഈ RSSനെ വലിച്ചിട്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മാധ്യമ ചർച്ചയ്ക്കിടയ്ക്ക് ആയാലും വിലക്കയറ്റത്തിനെ കുറിച്ച് പറഞ്ഞാലും RSSന്റെ പേര് പറയും. ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം പറഞ്ഞാലും ഉടനെ ഇടയ്ക്ക് RSSന്റെ കാര്യം പറയും. അതാ ഞാൻ പറഞ്ഞത്, ഈ ആടേതാ ഇല്ലെങ്കിൽ കടലും കടലാടിയും പോലുള്ള വ്യത്യാസം രണ്ടായിട്ടുണ്ട്. ഒന്ന് രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റൊരു സാംസ്കാരിക സംഘടന. ഇപ്പൊ അനവധി സാംസ്കാരിക സംഘടനകളില്ലേ? വിവേകാനന്ദ കൾച്ചറൽ സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ CPMകാർക്കും ഉണ്ട്. ഇപ്പൊ AKG സാംസ്കാരിക വേദിയുണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഇങ്ങനല്ല നിങ്ങൾ ഇവിടെ ആളെ വെക്കേണ്ടതെന്ന് പറയാൻ പറ്റും. ആദ്യം കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അല്പമെങ്കിലും ദളിത് സ്നേഹമോ പിന്നോക്ക സ്നേഹമോ ഉണ്ടായെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ വളരെ ഒരു നല്ല പോസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. കേരളത്തിലടക്കമെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായ കൊടിക്കുന്നിൽ സുരേഷിനെങ്കിലും ഒന്ന് കൊണ്ടുവരൂ. കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടുവരൂ. ഇല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കും. കാരണം BJP സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഒന്നും അവതരിപ്പിക്കാറുള്ളതായിട്ടില്ല. ഒരു പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുമായിരിക്കും. കോൺഗ്രസിന് അവതരിപ്പിക്കാമല്ലോ. നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അതിനകത്തെ മുന്തിയ ആൾക്കാരെയല്ല, നായരെ ഈഴവരെ കുറിച്ചാണല്ലോ ചർച്ച പോകുന്നത്. പിന്നെ ക്രിസ്ത്യാനിയും അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ കുറിച്ചാണല്ലോ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്.
നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതെ. ഇടയിലുള്ള ഒരു ദളിത് മുഖത്തെ നിങ്ങൾ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാത്തത് എന്ത്? നിങ്ങൾ ഒരു ദളിത് മുഖത്തെ എന്താണ് KPCC അധ്യക്ഷനായിട്ട് അംഗീകരിക്കാത്തത്? ഇതൊക്കെ ഉം. പറയുമ്പോൾ ഇത് പറയരുത് നമ്മളെ, അതായത് ഇതാണ് ഹിന്ദുവിനെ ചൊറിയുക, ഹിന്ദുവിനെ പറ്റി ജാതി പറയുക, ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ പറയും ഞങ്ങൾ നിങ്ങളെ അല്ല പറഞ്ഞത്, RSSനെയാണ് പറഞ്ഞത്. ആ ഗിമ്മിക്കിന്റെ ഒക്കെ കാലം പോയി, ജാതീയതയുടെ കാലം ഓക്കെ. പോയിരിക്കുന്നു. അതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുപോലെ ഇങ്ങനെ ഇത്രയും രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഒക്കെ ഒരു യുവാക്കളാണ്, കുറെ യുവാക്കൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പക്വതയുള്ള, കുറച്ചുകൂടെ അറിവുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. പക്ഷെ അവരും ഉം. ചില മുതിർന്ന ചില ആളുകളുടെ പോലെ വളരെ അറിവില്ലായ്മ വിളമ്പി അത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരായി മാറുന്നുണ്ട്. അതിനകത്ത് വലിയ വിഷമം തന്നെയാണ്. താങ്ക് യു ബിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്.